ഉടമ്പടിയുടെ ആ വിത്തിൽ നിന്ന് മുളച്ചു വരുന്നതാണ് ഇതെല്ലാം ഇലയും പൂവും കായുമായിട്ട് അച്ഛൻ പറയണതെല്ലാം അതിൻ്റെ വിത്തെന്താ? ഉടമ്പടിയാ. അവൻ പറയണത് പോലെ ചെയ്യുക. അതെപ്പോഴും മറന്നു പോകരുത്. ഉടമ്പടിയുടെ മർമ്മം മറന്നു പോകരുത്. അവൻ പറയണത് പോലെ ചെയ്യുക. പക്ഷെ അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ 2:5 യോഹന്നാൻ 2:5 അവൻ പറയണത് പോലെ ചെയ്യുക. 2:3. അപ്പം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ, അവൻ പറയണ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് നമുക്ക് എന്തുണ്ടാകണം? അടിസ്ഥാനപരമായിട്ട് അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്തുണ്ടാകണം? സ്നേഹമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് വിഷയം വേണ്ടത്. ഈ ഉടമ്പടി ഓരോ ദിവസവും വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കണം. ഇപ്പം നിങ്ങളെ ഉടമ്പടിയുടെ ലെവൽ അറിയണമെങ്കിൽ, നിങ്ങളുടെ വീട്ടിലൊന്ന് വന്നാൽ മതി. നിങ്ങളെടുത്ത ഉടമ്പടിയുടെ ലെവല് അറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ മതി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. കാരണം നിങ്ങളുടെ പച്ചത്തിരിയും നീലത്തിരിയും തമ്മിലുള്ള അകലം അറിഞ്ഞാൽ മതി. 2 തിരികൾ നിങ്ങൾ കത്തിച്ച് വെക്കുന്നു. രാവിലെ കത്തിക്കണത് നീലത്തിരി അല്ലേ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന. സന്ധ്യക്ക് കത്തിക്കണത് പച്ചത്തിരി, ഉടമ്പടി പ്രാർത്ഥന. ഇത് 2 അടുത്തടുത്താണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കറക്റ്റായിട്ടാണെങ്കിൽ, ബാലൻസ്ഡ് ആണെങ്കിൽ ഇത് 2 ഒരു പൊക്കമായിട്ടാണ് വരേണ്ടത്. പക്ഷെ പല വീടുകളിലും എന്താ സംഭവിച്ചിരിക്കുന്നത്? നീലത്തിരി അല്ലല്ല, നീലത്തിരിയാണ് മുകളിൽ നിൽക്കണത്, പച്ചത്തിരി കത്തിത്തീർന്നിരിക്കണേ. എന്താ കാര്യം? രാവിലെ കത്തിക്കണത് എന്താണ്? നീലത്തിരി അല്ലേ? നീലത്തിരിയാണ് പലയിടത്തും കത്താതെ ഇരിക്കണത്. പച്ചത്തിരി സന്ധ്യ കത്തിക്കണതാണ്, അതാണ് കത്തിത്തീർന്നിരിക്കുന്നത്. ഒരു 5 സെൻറ്റിമീറ്റർ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നിങ്ങളുടെ ഫലത്തിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ നീലത്തിരിയും പച്ചത്തിരിയും തമ്മിലുള്ള സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസമാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കത്തില്ല, എഴുന്നേൽക്കുമ്പോൾ താമസിച്ചു പോകും. അതുകൊണ്ട് എന്തു ചെയ്യും? പ്രത്യക്ഷിക്കേണ്ട നിങ്ങളെന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയാമോ? ആ ഹാർട്ടാണ് പോയിരിക്കണത്. കാര്യം ഉടമ്പടിയുടെ ഹാർട്ട് എന്താ? നീലത്തിരിയാണ്, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. മറ്റത് ടാഗ് പ്രെയറാണ്. സന്ധ്യക്ക് പക്ഷിയും പട്ടിയും എല്ലാം പ്രാർത്ഥിക്കുന്നതാണ്. അത് കെട്ടിയെടുത്ത് ഉടമ്പടി ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതെല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയമാണ്. അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ട് കുളത്തിൻ്റെ അകത്ത് കിണർ വരച്ചിട്ട് കുഴിച്ചിട്ട് അതിനകത്ത് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇരിക്കും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പ്രാർത്ഥന എന്താ? 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. കാര്യം ഉടമ്പടി നിൽക്കണ എന്തിലാണ്? പ്രത്യക്ഷീകരണത്തിലാണ്. തിരുസഭ ഇത് പഠിക്കുക മാത്രമല്ല, തിരുസഭയ്ക്ക് ഇതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് 2 ലക്ഷം മനുഷ്യരാണ് ഇന്ന് കേരളത്തിൽ, ലോകം മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കത്തോലിക്കർ മാത്രമല്ല, പെന്തക്കോസ്റ്റ്, യാക്കോബൈസ്, ഓർത്തഡോക്സുകാർ, മുസ്ലിംസ്, ക്രൈസ്തവർ, ഹിന്ദുക്കൾ, ഹൈന്ദവ സഹോദരങ്ങൾ ഒക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോഴാണല്ലോ അവർക്ക് ഉടമ്പടി ചെയ്യാൻ അനുവാദം ഇല്ലാത്തത്. ചില ഇഷ്യൂസ് ഉണ്ടായതിൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത ഒരു ആരോപണം വന്നു, നമ്മൾ മതം മാറ്റുകയെന്ന് പറഞ്ഞുകൊണ്ട്. ആരോപണത്തിൻ്റെ പേരിലാണ് സമുദായ സൗഹാർദ്ദത്തിന് വേണ്ടി തൽക്കാലം ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുന്നത്. പക്ഷേ അവർക്ക് മാതാവിൻ്റെ തിരുസന്നിധിയിൽ അപേക്ഷ എഴുതിയിടാം, അവരെ ദൈവം അനുഗ്രഹിക്കും. പക്ഷേ വിശുദ്ധമായിട്ട് ജീവിക്കണം. അത്രേ പ്രശ്നമുള്ളത്. ഇപ്പം നമ്മുടെ വിഷയം എന്ന് പറയണത്, നമ്മൾ ദൈവത്തോട് ചെയ്തിരിക്കണ ഒരു പ്രതിജ്ഞ ഉണ്ട്. ആ പ്രതിജ്ഞ നമ്മൾ ഉടമ്പടിയാണത്. അത് രാവിലെ എഴുന്നേക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി കിടന്നുറങ്ങണം. ശരിക്കും ഈ 5:30 എഴുന്നേക്കണമെങ്കിൽ, 5:30 പ്രാർത്ഥനയ്ക്ക് വരെങ്കിൽ നമ്മൾ 4 മണിക്ക് 5 മണിക്ക് നമ്മൾ ഫ്രഷായിരിക്കണം. എന്നാലും 5:30 പ്രാർത്ഥന നടക്കത്തുള്ളൂ. 5:30 പ്രാർത്ഥനയാണ് ഇതിൻ്റെ മെയിൻ മർമ്മം എന്ന് പറയണത്. അവിടെയാണ് വിഷയം. അതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. വൈകുന്നേരത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉടമ്പടി പ്രാർത്ഥനയാണ്, ടാഗ് പ്രെയറാണ്.
എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു വിശ്വാസം കൊണ്ട് മാത്രം നിങ്ങളുടെ കാര്യം നടന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി കൃപാസനത്തിൽ നടക്കണ മുഴുവൻ പ്രാർത്ഥനകൾ അതിലേക്ക് ടാഗ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രാർത്ഥന നമ്മളുടെ ആവശ്യത്തിലേക്ക് ടാഗ് ചെയ്യുന്നതാണ് സന്ധ്യയ്ക്ക് നടക്കുന്ന പച്ചത്തിരി ഉടമ്പടി പ്രാർത്ഥന. പക്ഷേ ഇതിന് മർമ്മ പ്രാർത്ഥന ഏതാ? രാവിലെയുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടി വന്നിരിക്കുന്നത്. ഇപ്പോൾ വത്തിക്കാനിലൊക്കെ ആമസോൺ സിനഡ് കഴിഞ്ഞപ്പോഴേ അവിടെ ഒരു ഗർഭിണിയുടെ രൂപം എഴുന്നള്ളിച്ചില്ലേ, അതിൻ്റെ പേരെന്താ? പച്ചമാമ അല്ലേ? നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിക്കുക പച്ചമാമ എന്താണെന്ന്. അത് മദർ ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ ഗോത്രവർഗങ്ങളുടെ വിഗ്രഹാരാധനയാണ്. ഈ മദർ ഓഫ് ടൈം എന്ന് പറയുന്ന ഏഴാകൂടം സഭയിൽ ഇന്നല്ലെങ്കിൽ നാളെ വരും. അതുകൊണ്ട് അതല്ല മദർ ഓഫ് ടൈം, യഥാർത്ഥ മദർ ഓഫ് ടൈം പരിശുദ്ധ അമ്മയാണെന്ന് കൃപാസനത്തിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് ദൈവം നമ്മളെ വെളിപ്പെടുത്തിയ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അമ്മേ, പരിശുദ്ധ ദേവമാതാവേ, സമയ സന്ദർഭങ്ങളുടെ മേൽ അധികാരം പ്രഖ്യാപിച്ചുകൊണ്ട് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മേ, ലോകമെങ്ങും കർത്താവിന്റെ സംരക്ഷണവും തിരുസഭയെ പരിശുദ്ധമ്മയ്ക്ക് സമർപ്പിക്കാൻ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ നീട്ടി. എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എന്റെ അമ്മേ, ഈശോ തന്നൊരമ്മേ. അപ്പം ഈ കാലത്തിൻ്റെ സൂചനകളെ നോക്കിക്കൊണ്ട് വേണം വിശ്വാസി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് മാതാവിൻ്റെ മനസ്സ്. സമയഘടികാരം ചാർത്തിക്കൊണ്ട് എന്തുകൊണ്ട് സമയഘടികാരം കാണിച്ചു? മാപ്പാപ്പായുടെ ഒരു പേഴ്സണൽ വീഡിയോ കോൺഫറൻസ് ഉണ്ട്. അതിൽ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, ഇറ്റ്സ് എ സീക്രട്ട്, സം ട്രബിൾ ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറയുന്നുണ്ട്. എന്തോ ദുരന്തമുണ്ടാകാൻ പോകുന്നു. ഞാനത് ഉടനെ നെറ്റിൽ നിന്ന് അപ്ലോഡ് ചെയ്തെടുത്തിട്ട് എൻ്റെ വാട്സപ്പിലാക്കിയിട്ടുണ്ട്. മാർപ്പാപ്പ പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന പേഴ്സണൽ കോൺഫറൻസാണ്. നമ്മൾ സാധാരണ ലൈവ് പോകത്തില്ലേ, സാധാരണ വീഡിയോ, അങ്ങനെ ഒരു സെക്ഷനുണ്ട്. അതിൽ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, ഇറ്റ്സ് എ സീക്രട്ട്, സം ട്രബിൾ ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എന്തോ ദുരന്തമുണ്ടാകാൻ പോണ്. പപ്പായുടെ ഈ വർത്തമാനം കേട്ടപ്പോഴും ഞാൻ ഓർത്തത് 2004 ഡിസംബർ 7 സമയഘടികാരം കാണിച്ചുകൊണ്ട് അമ്മ എന്താ പറഞ്ഞത്? എന്തോ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അത് സുനാമിയല്ലേ? സുനാമി കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ 10 കൊല്ലം കളഞ്ഞത്. അതിനാണ് എനിക്ക് വാടിപ്പെട്ടി വെച്ച് പണി കിട്ടിയത്. അനങ്ങാൻ പറ്റില്ല, കയറാൻ പറ്റില്ല. 5 മിനിറ്റിനുള്ളിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നു. ആ പ്രത്യക്ഷീകരണം പ്രാർത്ഥിച്ചവനൊക്കെ സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം ഇങ്ങനെ തുടരുകയാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ. ആ ദുരന്തം എന്ന് പറയുന്നത് പാഥിമാസിക്കട്ട് പോലെയോ എന്താണെന്ന് സഭയല്ലേ പറയേണ്ടത്? ലോകത്തിൻ്റെ അവസാനമാണോ, കർത്താവിൻ്റെ രണ്ടാം വരവാണോ, എന്താണെന്ന് പറയേണ്ടത് ആരാണ്? സഭയാണത് പഠിച്ച് പറയേണ്ടത്. അതിനാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മളെല്ലാവരും ചെല്ലണത്. അതുകൊണ്ട് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിങ്ങളുടെ നീലത്തിരി ഇപ്പോഴും അധികം കത്താതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് സമാധാനം ഉണ്ടാകാൻ താമസിക്കും. നിങ്ങളായിട്ട് നിങ്ങൾക്ക് വിഷയം ഉണ്ടാക്കരുത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുക.
സുഗുണ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, നമ്മുടെയൊക്കെ ആഴമായ ബോധ്യങ്ങളാൽ, പ്രബോധനങ്ങളാൽ ഈ ആരാധനയിൽ പകർന്നതിനോട് നന്ദി പറയുന്ന കർത്താവേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദൈവവും ആരാധനയിൽ സ്ത്രീയും വീഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദൈവവും ആരാധനയിൽ സ്ത്രീയും വീഴ്ചയുണ്ടായിരിക്കട്ടെ. അപ്പോൾ യോഹന്നാൻ 2:3 അനുസരിച്ചുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്ത് കർത്താവിൻ്റെ കാരുണ്യ പ്രവൃത്തിയുടെ, കർത്താവിൻ്റെ ലോകത്തേക്ക് കൊടുക്കുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ സാക്ഷ്യം നമ്മൾ ജീവിക്കുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി ഡൺ ഔട്ട് ഓഫ് ലവ്. അതെങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിനോടുള്ള സ്നേഹത്താലാണ് ചെയ്യേണ്ടത്. ഈ സ്നേഹത്താൽ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളെ ഉടമ്പടി ചെയ്യുന്നവരുടെ സ്നേഹനിലവാരം വളരെ ചിട്ടയായ രീതിയിൽ വളരും. ഉടമ്പടി ഞാൻ കറക്റ്റായിട്ട് ഇപ്പോഴേ എന്ത് ചെയ്തിരിക്കണത്, 90 ദിവസമാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിത ടൈം. അത് കറക്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ പോകണം. ബാക്കി നിങ്ങൾക്ക് സമയം അത് പുതുക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ സൗകര്യമൊക്കെ നോക്കിയിട്ടാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുതുക്കി കണ്ടിന്യൂ ചെയ്യാൻ സമയമുള്ളവർ, അതിനുള്ള അത്രയും വിശ്വാസദാർഢ്യമുള്ളവർ ചെയ്യണം. ചില ആൾക്കാർ അച്ഛനെ കാണാൻ വേണ്ടി പുതുക്കി കൂട്ടണുണ്ട്. അതാണ് വന്നിരിക്കുന്ന അബദ്ധം. ഉടമ്പടി ഉദ്ദേശിച്ച് അച്ഛനെ കാണുകയല്ല, മറിച്ച് ദൈവവുമായിട്ട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട്, അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മുടെ സ്നേഹം വർദ്ധിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. 14:23 യോഹന്നാൻ്റെ സുവിശേഷം ഒന്ന് പറഞ്ഞ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന എൻ്റെ വചനം പാലിക്കും. അവൻ പറഞ്ഞതുപോലെ ചെയ്യണത് ആരാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. അപ്പം നിങ്ങൾ കാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ, നിങ്ങൾ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ചോദിക്കണം, കർത്താവ് ഇത് ഞാൻ ചെയ്യുമ്പോൾ ഇതനുസരിച്ച് കൊണ്ട്, ഉടമ്പടിയല്ലല്ലോ നമ്മുടെ ലക്ഷ്യം ആണോ? അല്ല, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതാ 1 Corinthians 14:1 അല്ലേ? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഉടമ്പടിയല്ല നമ്മുടെ ലക്ഷ്യം, ദൈവസ്നേഹമാണ് നമ്മുടെ ലക്ഷ്യം. പത്രം കൊടുക്കുമ്പോഴും, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും, കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴും സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നീ നിറഞ്ഞ സ്നേഹമുള്ള ദൈവപൈതലായിട്ട് തോന്നിയാൽ പിന്നെ ദൈവം നിന്നെ എങ്ങനെ പിരിയാം? ഇതിനുള്ളിൽ നമ്മൾ പാപങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് ഇല്ലേ? പാപങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്. എന്തിനാണ് പാപങ്ങൾ ഉപേക്ഷിക്കുന്നത്? പാപങ്ങൾ ഉപേക്ഷിക്കണേ എന്തുകൊണ്ടാണ്? പാപങ്ങൾ ഉപേക്ഷിക്കണേ എന്തുകൊണ്ടാണ്? അതായത് അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും. അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? പാപം ഉപേക്ഷിക്കണത് എന്തുകൊണ്ടാണ്? ഉടമ്പടി നമ്മൾ പാപം ഉപേക്ഷിക്കണില്ലേ? 3 പാപങ്ങൾ വെച്ച് ഓരോ മാസം അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിൽ 3 പാപങ്ങൾ വെച്ച് നമ്മൾ ഉപേക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ്? പാപം അല്ലെങ്കിൽ അധർമ്മം. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 24:12. മത്തായി ശ്ലീഹ 24:12 ഒന്ന് പറഞ്ഞ്, അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും. പ്രൈസ് ദി ലോർഡ്. സ്നേഹം ചൂടായി നിർത്താൻ വേണ്ടിയാണ് പാപങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. സുഖിട ഹല്ലേലൂയ, സുഖിട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട്, ദൈവമേ, പാപങ്ങൾ വെറുത്തുപേക്ഷിക്കാൻ, വിശുദ്ധിയോട് ജീവിക്കാൻ, പുതിയ സൃഷ്ടിയായി തീരാൻ ഉടമ്പടി അഭിഷേകമായി തീരണമേ. ഉടമ്പടി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. Praise the Lord. Praise the Lord. എൻ്റെ പേര് മിൻറ്റു. ഞാൻ പാലാ രൂപത ഭരണങ്ങാനത്ത് നിന്ന് വരുന്നു. കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഓഗസ്റ്റ് 26, 2024 ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. വരുമ്പോൾ ഉള്ള എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ആത്മീയ മേഖലയിലുള്ള ഉണർവ് തന്നെയായിരുന്നു.
ഞാൻ മാതാവും ഈശോയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ കൂടി ആന്തരിക സൗഖ്യധ്യാനങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി കുറച്ച് നാൾ കഴിയുമ്പം ഞാനൊരു പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. അതെനിക്ക് ആത്മീയപരമായി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പം ഈശോയുടെ കൂടെ എപ്പോഴും ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉടമ്പടിക്ക് എടുക്കാൻ വേണ്ടി വന്നത് തന്നെ. നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമായതുകൊണ്ടും ഉടമ്പടി ലംഘിക്കരുത് എന്നുള്ളത് കൊണ്ടും ഞാൻ എന്തായാലും അത് പാലിക്കേണ്ടി വരും. അപ്പം എനിക്ക് ഈശോയുടെ അടുത്ത് കൂടുതൽ ഇരിക്കാം, അല്ലെങ്കിൽ ഈശോയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എനിക്ക് മിസ്സാവത്തില്ല. ആ ഒരു പർപ്പസിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്നത്. 6 നിയോഗങ്ങൾ എഴുതാമെന്നുള്ളത് കൊണ്ട് എൻ്റെ ആത്മീയ മേഖല കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ഭൗതികമായ കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി. ഞാനിവിടെ വെച്ച നിയോഗങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ MG യൂണിവേഴ്സിറ്റി കോട്ടയം സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസിലെ റിസർച്ച് സ്കോളറാണ്. ഞാനവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ PhDയുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് ഒരു റിസർച്ച് ഫണ്ട് സാങ്ഷൻ ആവുകയും ബെസ്റ്റ് റിസർച്ച് ഇന്നോവേറ്റീവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡൊക്കെ കിട്ടി. അപ്പം അതിനോടനുബന്ധിച്ച് ഞാനൊരു ഇന്ത്യൻ പേറ്റൻറ്റിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അപേക്ഷ സമർപ്പിക്കുമ്പം എനിക്കറിയില്ല, ആസ് പെർ ദി ഇന്ത്യൻ പേറ്റൻറ്റ് റൂൾ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആർ നോട്ട് പേറ്റൻറ്റബിൾ എന്ന്. കാരണം നമ്മളുടെ ഈ ഒരു ജേർണി ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ അറിയാണ്ട് ഇതിനകത്ത് വന്ന് പെട്ടുപോയ ആളാണ്. ലൈക്ക് പേറ്റൻറ്റ് എന്താണെന്നോ, സോഫ്റ്റ്വെയർ ഫീൽഡിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിന് പേറ്റൻറ്റ് ഒരിക്കലും കിട്ടില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഞാൻ പേറ്റൻറ്റ് ഫയൽ ചെയ്തു. ഓൾമോസ്റ്റ് 2 lakhs അടുത്ത് റുപ്പീസ് യൂണിവേഴ്സിറ്റിയും കേരള സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് എൻ്റെ റിസർച്ചിൻ്റെ എല്ലാ എക്സ്പെൻസും കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് എനിക്ക് മീറ്റ് ചെയ്തു. അപ്പം ഇൻ കേസ് ഈ പേറ്റൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെല്ലാം ആൻസറബിൾ ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ പല ഹിയറിങ്ങും ഡോക്യുമെൻറ്റേഷനൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ത്യയിൽ ആകെപ്പാടെ 4 ടോപ്പ് മോസ്റ്റ് കമ്പനീസിന് മാത്രമേ സോഫ്റ്റ്വെയറിൽ കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം ബേസ്ഡ് പേറ്റൻറ്റ്സ് കിട്ടിയിട്ടുള്ളൂ. അത് മൈക്രോസോഫ്റ്റ്, ബ്ലാക്ക്ബെറി പോലുള്ള ബിഗ് ഷോട്ട് കമ്പനീസ് മാത്രമാണ്. ഇത് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യത്തേ ഇല്ല. പക്ഷേ ഇതറിയാതെ ഞാൻ ഇതിനകത്ത് പെട്ടുപോയത് കൊണ്ട് എനിക്കിനി ഇത് കിട്ടാണ്ട് വേറെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി. അപ്പോൾ എൻ്റെ ഭൗതികമായ കാര്യങ്ങൾ ഞാൻ എഴുതിയ കൂട്ടത്തിൽ ഞാൻ എൻ്റെ പേറ്റൻറ്റിനെ എല്ലാം സമർപ്പിച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് അപേക്ഷ വെച്ചു. അങ്ങനെ ഇതിൻ്റെ ഓരോ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഉടമ്പടി തൈലം എടുത്തു, ഉപ്പ് ഉപയോഗിച്ചു. അങ്ങനെയാണ് ഞാനൊരു മോർ ദാൻ 500 നമ്പർ ഓഫ് പേജസ് ഇതിനു വേണ്ടി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ പേജ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ മാത്രമാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്കറിയാം, എനിക്ക് മനസ്സിലായി നോർമൽ രീതിയിൽ ഇത് നടക്കുന്ന സംഭവമല്ല. എൻ്റെ ഫോർമുലാസ് ഒന്നും വർക്കാവില്ല. മാതാവിൻ്റെ നോട്ട് ബൈ മെറിറ്റ് ഒൺലി ബൈ ഗ്രേസ് എന്നുള്ള ഒറ്റ ഫോർമുല മാത്രമേ ഇതിനകത്ത് വർക്ക് ആവുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. അപ്പോൾ ഓരോ ഹിയറിങ് കഴിയുമ്പോഴും പേറ്റൻറ്റ് ഓഫീസിൽ നിന്ന് കൺട്രോളർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഹൗ ദിസ് ഇസ് പോസിബിൾ മിൻറ്റു എന്ന് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നുണ്ട്. കാരണം ഇതൊരു സോഫ്റ്റ്വെയർ ആണെന്ന് പുള്ളിക്കും മനസ്സിലായി, എനിക്കും മനസ്സിലായി. കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണെന്ന് മനസ്സിലായി. ഓക്കെ, വിൽ സീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 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 സ്കോപ്പ് പോലും ഇല്ലാണ്ട് പുള്ളി ലാസ്റ്റ് ഹിയറിങ് സ്റ്റോപ്പ് ചെയ്തു. അതൊരു ജൂൺ 16-ാം തീയതി ആയിരുന്നു. ജൂൺ 17-ാം തീയതി രാവിലെ ഞാൻ കൃപാസനത്തിൽ വന്നു. ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഫോർമുലയൊക്കെ ഫെയിലായിട്ടോ, ഇനി നിൻ്റെ ഫോർമുല മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ. അപ്പം ഇനി ഞാൻ വരുന്നത് ഇനി ഇവിടെ സാക്ഷ്യം പറയാനായിരിക്കണം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും ഞാൻ നെഹെമിയ 1:11 ആ ഒരു വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവേ, ഈ ദാസൻ്റെ മേലും കരുണയായിരിക്കണമേ, ആ മനുഷ്യൻ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞിട്ടൊരു വാക്യമാണത്. അപ്പോൾ അതിൽ പറയുന്നത്, ഞാൻ ആ കൺട്രോളറെ, ഞങ്ങളുടെ പേറ്റൻറ്റ് ഓഫീസിൽ നിന്നുള്ള കൺട്രോളറിനെ സമർപ്പിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ധൈര്യം ആവശ്യമുള്ള സമയത്തും ടെൻഷൻ വരുന്ന സമയത്തൊക്കെ ബൈബിൾ എടുത്ത് ഞാൻ വായിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ എനിക്ക് ഇങ്ങനെ മെസ്സേജുകളൊക്കെ വരാൻ തുടങ്ങി. മാത്രമല്ല, ഈ ഹിയറിങ്ങിൻ്റെ ഡ്രാഫ്റ്റ് ഒരു 15 ഡേയ്സിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. അത് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ലാസ്റ്റ് മിനിറ്റ് വരെ ഞാൻ മിസ്സായി പോയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററൊക്കെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു, മാതാവ് എനിക്ക് കാണിച്ചു തന്നു. അപ്പം ഞാനങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ഡ്രാഫ്റ്റെല്ലാം സബ്മിറ്റ് ചെയ്തു. ലാസ്റ്റ് ഞാൻ ഈ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കോട്ടയത്ത് നിന്ന് ഭരണങ്ങാനം വരെ പോകുന്നത് ഡ്രൈവ് ചെയ്താണ്. അപ്പം ഞാൻ ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ത്രൂ ആയിട്ട് കരയുക. കാരണം എനിക്കറിയാം ഒന്നുമില്ല, ലൈക്ക് എന്നെക്കൊണ്ട് സാധിക്കുന്ന ഒരു മാറ്ററേ അല്ല, ഇതൊരു 0 ചാൻസ് മാത്രമാണ്. മാതാവ് ഇറങ്ങി വരാണ്ട് എനിക്ക് ഒന്നും കിട്ടത്തില്ല എന്നുള്ളൊരു റീസൺ എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ ഈ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. ഞാനൊരു 1 ഇയറായി ഉടമ്പടിയിൽ തന്നെയാണ്.
അപ്പം എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഉടമ്പടിയിലാണ്. എല്ലാവരും ഞങ്ങൾ കുർബാനയും കുമ്പസാരവും എല്ലാം ആയിട്ട് വളരെ നല്ല ആത്മീയ ജീവിതം നയിക്കുന്നവരാണ്. ഇവർക്കെല്ലാവർക്കും മാതാവിൻ്റെ സുഗന്ധ തൈല അഭിഷേകവും മഴവില്ലും എല്ലാം കാണുന്നുണ്ട്. എനിക്ക് മാത്രം ഇന്നേ വരെ ഇതൊന്നും കിട്ടിയിട്ടില്ല. അപ്പം എൻ്റെ ഉള്ളിൽ അതൊരു ഭയങ്കര സങ്കടമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പേറ്റൻറ്റിൻ്റെ ഫയലൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഈ തിരിച്ച് കരഞ്ഞുകൊണ്ട് പോകുന്ന വഴിക്ക് എനിക്ക് കുറേ തവണ, ഓൾമോസ്റ്റ് ഒരു 10 ടൈംസ് എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി. അപ്പോൾ എനിക്ക് ഉറപ്പായി, ഓക്കെ, മാതാവിൻ്റെ ഫോർമുല വർക്കൗട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട്, ഇനി എനിക്ക് എന്തായാലും പേറ്റൻറ്റ് കിട്ടുമെന്നുള്ള ധൈര്യത്തിൽ ഞാനിരുന്നു. ജൂലൈ 15 എനിക്ക് ഇന്ത്യൻ പേറ്റൻറ്റ് ഓഫീസിൽ നിന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പേറ്റൻറ്റ് സാങ്ഷൻ ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. അതായത് ഇന്ത്യയിൽ 5ാമത്തെ കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ ഡിപ്പെൻഡൻറ്റ് പേറ്റൻ്റ് ആണ്. ഇതുവരെ കിട്ടിയിട്ടുള്ളത് മൈക്രോസോഫ്റ്റിനും ബ്ലാക്ക്ബെറി, എറിസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ടോപ്പ് മോസ്റ്റ് കമ്പനിക്ക് മാത്രം. MG യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ പേറ്റൻ്റ് ആണ്. അങ്ങനെ ഒരു ചരിത്രമായി മാറാൻ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് ഈശോ വലിയ അനുഗ്രഹം നൽകി എന്നെ അനുഗ്രഹിച്ചു. ഈ PhDയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറേ മിനിമം ക്രൈറ്റീരിയാസ് വേണം. ജേണൽ പബ്ലിക്കേഷൻസ്, പേപ്പർ പ്രസൻറ്റേഷൻസ്, ഇതെല്ലാം ഇവിടെ എന്ന് ഉടമ്പടി ഞാൻ എടുത്തോ അന്ന് മുതൽ എൻ്റെ പേപ്പർ പബ്ലിഷ് ആവാൻ തുടങ്ങി. അന്ന് മുതൽ എനിക്ക് കോൺഫറൻസ് പ്രസൻറ്റേഷൻസ് കിട്ടാൻ തുടങ്ങി. ദെൻ എനിക്കൊരു ബെസ്റ്റ് പേപ്പർ അവാർഡ് കിട്ടി. പിന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പ്രൈമറി ഡേറ്റ സെറ്റിലാണ്. PhD ചെയ്യുന്നവർക്കറിയാം, പ്രൈമറി ഡേറ്റ സെറ്റിൽ നമുക്ക് കുറേയേറെ ഇഷ്യൂസ് വരും. ആ ഒരു ഡേറ്റയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളുടെ അവിടെ 25 പേര് റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് 24 പേരും സെക്കൻഡറി ഡേറ്റയിലാണ് ചെയ്യുന്നത്. ഞാൻ ഒരൊറ്റ ആൾ മാത്രമേ പ്രൈമറി ഡേറ്റയിൽ ചെയ്യുന്നുള്ളൂ. എല്ലാവരും സൂപ്പർവൈസ്ഡ് ലേണിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ മാത്രം അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിലാണ്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. പക്ഷേ ആ ഒരു 2 പോയിന്റിലാണ് എനിക്ക് ഇന്ത്യൻ പേറ്റൻ്റ് സാങ്ഷനായി കിട്ടിയത്. അപ്പോൾ എൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. അതെല്ലാം ഞാൻ എൻ്റെ വീക്ക് പോയിന്റ്, അല്ലെങ്കിൽ എനിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചത് എന്താണോ അതിൽ തന്നെ എനിക്ക് നോവൽറ്റി, ഇൻ്റർനാഷണൽ ലെവലിലുള്ള വർക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നോവൽറ്റി അപ്രൂവ് ചെയ്യുകയും എനിക്കത് സാങ്ഷനായി കിട്ടുകയും ചെയ്തു. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ഈശോ ജീവിക്കുന്ന ഈശോയാ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈശോ കേൾക്കുന്നുണ്ട്, അവൻ അതിന് ഉത്തരം തരും. എൻ്റെ പേര് റോസ ജോൺ. ഞാൻ പാലാരിവട്ടം സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടവക അതാണ്. ഞാൻ 2022 നവംബർ 18 ഉടമ്പടി എടുത്തത്. എൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് യൂറിൻ ബ്ലാഡർ ഇറങ്ങുന്ന ഒരു അസുഖമായിരുന്നു 16 വർഷങ്ങൾക്ക് മുമ്പ്. അതിന് മരുന്നുകളൊന്നുമില്ല, എക്സസൈസ്, യോഗ എന്നിവ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ ചെയ്തു, അതങ്ങ് മാറുകയും ചെയ്തു. പിന്നീട് എനിക്കൊരു 4.5 വർഷത്തിന് മുമ്പ് പിന്നെയും ഇത് തന്നെ അസുഖം തുടങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാൻ ഡോക്ടറെ കാണിച്ചു, 5 ഡോക്ടർമാരെ കാണിച്ചു ആ ഒരു വർഷത്തിൽ തന്നെ. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു യൂറിൻ ബ്ലാഡർ എടുത്ത് ഉള്ളിലേക്ക് ഇടണമെങ്കിൽ യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. യൂട്രസിനാണെങ്കിൽ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അങ്ങനെ പല ഡോക്ടർമാരും അങ്ങനെ പറഞ്ഞതുകൊണ്ട് യൂട്രസിന് കംപ്ലൈൻ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നീടും അതങ്ങനെ ഒത്തിരി നാൾ വെച്ചുകൊണ്ട് നടന്നു. പിന്നീട് എനിക്ക് ഒട്ടും പറ്റാതെ ഇപ്പോൾ യൂട്രസ് എടുത്ത് കളയേണ്ടതായി വന്നു. യൂട്രസ് കളഞ്ഞ ശേഷം എനിക്ക് കോൺസെൻട്രേഷൻ്റെ അസുഖമായി, മലബന്ധത്തിൻ്റെ അസുഖം വന്നുകൊണ്ട് പിന്നെ യാതൊന്നും കഴിക്കുവാനോ എനിക്ക് നടക്കുവാനോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കുറേ നാൾ ഞാൻ അനുഭവിച്ചു. അതിനിപ്പോഴൊക്കെ ഞാൻ ഈ അച്ഛൻ്റെ ടോക്കും ആരാധനയൊക്കെ കൂടിയിരുന്നു. എന്നാൽ ഞാൻ അങ്ങനെ അതിൽ പറഞ്ഞിരുന്നത് അമ്മ ഞാൻ അമ്മയുടെ അടുത്ത് വരാം, ഞാൻ നേർച്ചയിടാമെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഭയങ്കര വേദന വരികയും മരിക്കുമെന്നുള്ള അരിയത്തെത്തുകയും ചെയ്തു. അപ്പം ഞാൻ അമ്മയോട് എന്നും ഞാൻ തിരികത്തിച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം അമ്മേ, എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കമ്മേ, എനിക്ക് അത്ര സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ, ഒരു ആഹാരവും ശരിക്കും കഴിക്കാനും വയ്യ, കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കൽ പെട്ടെന്ന് ഈ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് പെട്ടെന്നൊന്ന് എന്തോ ഒരു സുഖം പോലെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ ധ്യാനം കൂടാ എന്ന് വിചാരിച്ചു. യൂട്യൂബ് തുറക്കലും അച്ഛൻ അതിൽ പറയുന്നു മലബന്ധമുള്ള ആൾക്കാരും യൂറിൻ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും വയറെ കൈവച്ച് പ്രാർത്ഥിക്കുക.
ഇല്ലാത്തവർ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാന്ന്. ഞാൻ കേട്ടപ്പോൾ ആകെ സ്തംഭിച്ചു പോയി. കാരണം ഞാൻ ഒരിക്കലും അതങ്ങനെ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ മാതാവിനോട്, മാതാവ് എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഞാനങ്ങനെ വയറെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റു. പക്ഷേ എനിക്ക് ഒത്തിരി മരുന്നുകളൊക്കെ അതിന് മുന്നേ തന്നിരുന്നു ഡോക്ടർ. അതെല്ലാം ഞാൻ കഴിച്ചിരുന്നു. എങ്കിലും എനിക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ശേഷം ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ ടോയ്ലറ്റിൽ പോകാൻ സാധിച്ചു. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല. 3 വർഷമായിട്ട് ഞാൻ നന്നായിട്ട് തന്നെ എൻ്റെ ദിനകൃത്യങ്ങളൊക്കെ എനിക്ക് കംപ്ലീറ്റ് നടക്കുന്നു. എനിക്ക് ആഹാരം എന്ത് വേണമെങ്കിലും കഴിക്കാം. മറ്റേത് ഒരു സാധനം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് വിഷമമായിരുന്നു. ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതി കഴിച്ചാൽ അന്ന് എൻ്റെ ജീവിതം പോയത് തന്നെ. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈ അമ്മേനോട് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ഇന്നേ വരെ എനിക്ക് പിന്നെ ഈ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ അതിന് ശേഷം വന്ന് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു. ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല. അതെന്നെ മാതാവ് നന്നായിട്ട് സഹായിച്ചു. അതിന് ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും 1000 പൂമലരുകൾ ഞാൻ അങ്ങയുടെ കാൽക്കീഴിൽ സമർപ്പിക്കുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ, എനിക്ക് കഴുത്തിലൊരു മുഴയുണ്ടായിരുന്നു. അത് ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് അയാൾ പറഞ്ഞത് പിന്നീട് മുഴ അത് ഇതിൻ്റെ തൈറോയിഡിൻ്റെ അതായിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ സൈഡ് എൻ്റെ എപ്പോഴും ഇങ്ങനെ വീർത്ത് വരുമായിരുന്നു കഴുത്തിൻ്റെ. അത് കംപ്ലീറ്റ് ചുളുങ്ങുകയും ചെയ്യുമായിരുന്നു. കഴുത്തും മുഖമൊക്കെ കംപ്ലീറ്റ് ചുളുങ്ങിയിരുന്നിരുന്നത്. അതിന് ഡോക്ടറെ കാണിച്ച് മരുന്നെന്നെങ്കിലും എനിക്ക് യാതൊരു കുറവുണ്ടായിരുന്നില്ല. ഞാൻ അതിന് ശേഷം അമ്മയുടെ അടുത്തുനിന്ന് ഈ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ആ തൈലം മാത്രമേ പുരട്ടിയിട്ടുള്ളൂ. 5 പൈസ പോലും ഞാൻ മരുന്നിനായിട്ട് ഉപയോഗിച്ചിട്ടേ ഇല്ല. എൻ്റെ ആ തൈലത്തിൽ തന്നെ എൻ്റെ അമ്മ ഒരു 15 ദിവസം കൊണ്ട് തന്നെ മുഖത്തെ ചുളിവും കഴുത്തിൻ്റെ ചുളിവും കൂടാതെ എൻ്റെ തൈറോയിഡിൻ്റെ ആ വിഷമമൊക്കെ മാറ്റിത്തന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല, നിങ്ങളെ ദൈവം സഹായിച്ചിരിക്കുകയാണ് എന്ന് ഡോക്ടർ തന്നെ ഇങ്ങോട്ട് പറയുകയും ചെയ്തു. അത് അമ്മയുടെ സഹായം മാത്രമാണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എന്നെ അനുഗ്രഹിച്ച ഈ മാതാവിനെ തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒത്തിരി ദേഷ്യപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. എനിക്ക് പലരോടും ഇങ്ങനെ പെട്ടെന്ന് യോജിച്ച് പോകാൻ പറ്റാത്തൊരു വിധമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി ഞാനിപ്പോൾ ഒത്തിരി ആരെന്ത് പറഞ്ഞാലും ആ ഭാഗത്തേക്ക് ഞാൻ തിരിയാറില്ല. വളരെ ചുരുക്കം മാത്രമേ അങ്ങനെ അവരോട് കയറി സംസാരിക്കാറുള്ളൂ. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ മെഡിസിനൊക്കെ ആർക്കെങ്കിലും ആവശ്യമില്ലാത്ത മെഡിസിൻ എൻ്റെ കയ്യിലുള്ള മെഡിസിനാണെങ്കിലും ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ഇന്ന് വരെ 2 നേരം ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചിട്ടില്ല. 1 നേരം മാത്രമേ കഴിക്കുകയുള്ളൂ. ആ 1 നേരത്തെ മരുന്ന് ഇപ്പോഴും ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെയെങ്കിലും അനാഥാലയത്തിലോ അല്ലെങ്കിൽ പള്ളികളിലോ ആർക്കെങ്കിലും ഉപയോഗിക്കുന്ന വിധത്തിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അതെല്ലാവരും സ്വീകരിക്കും. ഞാനൊരു പ്രാവശ്യം ഇതുപോലെ ഓൾഡ് ഹോമിൽ ചെന്നപ്പോൾ അവിടെ ഒരു അമ്മച്ചിക്ക് ഷുഗറിൻ്റെ മരുന്നില്ലാതെ അവർ വിഷമിക്കുകയായിരുന്നു. അപ്പോൾ അവർ മാതാവിൻ്റെ കൃപാസനമ്മയുടെ ഭയങ്കര വിശ്വസ്തയാണ്. പുള്ളി അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എനിക്ക് 2 ദിവസത്തേക്കുള്ള മരുന്നെങ്കിലും എങ്ങനെയെങ്കിലും കിട്ടണേന്ന്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ സിസ്റ്റർ എന്നോട് പറഞ്ഞു, മോളെ ഈ മരുന്നിന് വേണ്ടി ഇവിടുത്തെ ഒരു അമ്മച്ചി വിഷമിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അതിന് അവരെ സ്ക്രിപ്റ്റൊക്കെ വാങ്ങി നോക്കിയപ്പോൾ കറക്റ്റ് ഞാൻ കൊണ്ടു ചെന്ന മരുന്ന് തന്നെയായിരുന്നു അത്. അപ്പോൾ 2 ദിവസത്തേക്കുള്ള മരുന്നാണ് അവർ വിചാരിച്ചെങ്കിലും ഞാൻ 2 മാസത്തേക്കുള്ള മരുന്ന് എനിക്ക് അവർക്ക് കൊടുക്കാൻ സാധിച്ചു. അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായത്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആദ്യമേ തന്നെ എനിക്കൊരു മടി കൂടാതെ തന്നെ ഞാനെല്ലാം പത്രങ്ങളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. രോഗികളെ സന്ദർശിക്കും. പത്രങ്ങൾ കൊടുത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചിലവരോട് ഇങ്ങനെ ഞാൻ തൈലം പൂശി അവർക്ക് കൊടുക്കുമ്പോൾ അവർ പറയും വിശ്വാസ പ്രമാണം ചെല്ലാൻ ഞങ്ങൾ മറന്നുപോയി, കോവിഡിൻ്റെ ടൈമൊക്കെ ആയിക്കൊണ്ട് പിന്നെ അങ്ങനെ ഇവിടെ കൊണ്ട് വരാറില്ലായിരുന്നു, അതുകൊണ്ടിട്ടും മറന്നുപോയി. അപ്പം ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം എഴുതി കൊടുക്കും. രാത്രി ആയാലും ഞാനത് എഴുതി കൊടുത്തിട്ടേ പോരുള്ളൂ. പലർക്കും സ്വർഗസ്നായി ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ പത്രം കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു കൊടുക്കും. വയറിൻ്റെ അസുഖങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും വലിയൊരു വിശ്വാസമായി. പിന്നെ ഞാനൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു മോൻ 10 വയസ്സുണ്ട്. ആ മോനെ വെളുപ്പാൻ കാലത്ത് അതിന് പനിയായിട്ട് കൊണ്ടുവന്നതാണ്. അത് കണ്ണും തുറക്കില്ല, പനി കുറഞ്ഞു പക്ഷെ കണ്ണ് തുറക്കില്ലായിരുന്നു. ഞാനിവിടെ നിന്ന് കൊണ്ടുപോയ തൈലം ആ കുഞ്ഞിൻ്റെ കൺപോളകളിലും കാലിലും പുരട്ടി നെറ്റിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണേ മുമ്പേ ആ കുഞ്ഞ് കണ്ണ് തുറന്നു, അമ്മേന്ന് കണ്ണ് തുറന്നു അവരുടെ അമ്മ ഒച്ചൽ പറയുന്നത് ഞാൻ കേട്ടു. പിന്നെ തിരിച്ച് ഞാൻ ചെന്നില്ല, ഡോക്ടർ വരുന്ന റൗണ്ട്സിന് വരുന്ന സമയമായത് കൊണ്ടിട്ട്.
പിന്നെ ഞാൻ പലർക്കും കാശുരൂപങ്ങളും ഒത്തിരി സഹായങ്ങൾ എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്, ചോറ് പൊതി ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളും കൊടുക്കാറുണ്ട്. ഞാൻ ഉപവാസം എടുക്കാറുണ്ട് ചൊവ്വാഴ്ച. പിന്നെ ഞാൻ അച്ഛൻ്റെ ടോക്ക് കൂടുന്നത് എല്ലാ ചൊവ്വാഴ്ചയും. അന്നത്തെ ദിവസം ഞാൻ രൂപങ്ങൾ തുടച്ച് മേശ തുടച്ച് ആ മുറിയും നല്ല വൃത്തിയാക്കി മേശയുടെ പുറത്ത് ഒരു വെളുത്ത കർച്ചി വിരിച്ച് അതിൽ പത്രിക വെച്ച ശേഷം ഇവിടെ എങ്ങനെ വരുന്നു അതേപോലെ തന്നെ ഞാൻ ഉടമ്പടി ഇന്നുവരെയും കൂടിയിട്ടുള്ളൂ, ധ്യാന അച്ഛൻ്റെ കൂടിയിട്ടുള്ളൂ. അതിലൊക്കെ എനിക്ക് ഒത്തിരി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. മാതാവിനെ ഒത്തിരി അനുഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഈ വയറിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഒരു ദിവസം ഞാൻ മരിച്ചു പോകുന്നുള്ള ഗതി വന്നപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അകത്ത് നന്നായിട്ട് മഴവില്ല് വിരിഞ്ഞ് നിൽക്കുന്നു ഞാൻ കണ്ടു. പക്ഷേ അതെനിക്ക് അപ്പം തന്നെ ക്യാമറയിൽ പിടിക്കാനുള്ള ഒരു ശക്തി എനിക്കെന്താ അത് പറയാൻ പറ്റിയില്ലായിരുന്നു. ക്യാമറ ഞാൻ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു അധികം. ഈ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് പുതിയൊരു ഫോൺ കിട്ടിയപ്പോൾ അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തത്. അങ്ങനെ എനിക്ക് ഒത്തിരി സഹായങ്ങളൊക്കെ മാതാവ് ചെയ്തു തന്നിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തു തന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.